ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടൊരു മിനി സാൻഡ്വിച്ചാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മിനി സാൻഡ്വിച്ച്. അതിനാവശ്യമായുള്ള കാര്യങ്ങൾ ആണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. മെയിനായിട്ട് 2 ടൈപ്പിലുള്ള സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് മിനി ടോസ്റ്റ് പോലെ എടുക്കുന്ന ചെറിയ റൗണ്ടിലുള്ള മിനി സാൻഡ്വിച്ചിന് വേണ്ടിയുള്ള ബ്രെഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബ്രെഡാണിത്. മിനി ടോസ്റ്റ് എഴുതിയിരിക്കുന്നതുണ്ടോ? അപ്പോൾ അതേപോലെ തന്നെ വെജിറ്റബിൾസ് ഞാൻ എടുത്തിരിക്കുന്നത് ടൊമാറ്റോയും ഐസ്ബർഗിൻ്റെ ലീവ്സാണ്. പിന്നെ ഒരു എഗ്ഗ്, പിന്നെ പ്രോസസ്ഡ് മീറ്റ്, പിന്നെ ഫോർമാജ് എന്ന് പറയും, ചീസ് പോലെ, പിന്നെ കുട്ടികൾക്ക് ഏറ്റവും ഫേവറേറ്റായ ടൊമാറ്റോ സോസ്. ഇത്രയും ഉപയോഗിച്ച് നമുക്ക് മിനി സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള മിനി ബ്രെഡുകൾ എടുത്ത് പ്ലേറ്റിലേക്ക് വയ്ക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആദ്യം തന്നെ ചീസ്, ഫോർമാജിയോ എന്ന് പറയേ, ഇത് ക്ലാസിക്കാണ്, നോർമലായിട്ടുള്ള ചീസാണ്. അതിൻ്റെ മേലെ ഒരു ലെയറിൽ അത് തേച്ച് കൊടുക്കാം. നമുക്ക് ആവശ്യം പോലെ തേക്കാം. എന്തായാലും മയോണൈസിനേലും നല്ലതാണ് ചീസ്. അപ്പോൾ നമ്മൾ മയോണൈസിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തോളം അവോയ്ഡ് ചെയ്യുക. ഇടയ്ക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. സ്ഥിരം കഴിക്കുമ്പോൾ എപ്പോഴും ഇതേമാതിരി ഫോർമാജി, ചീസൊക്കെയാണ്, ബട്ടർ ഒക്കെയാണ് ഏറ്റവും നല്ലത്. ബട്ടറിൽ സോർട്ട് ചെയ്യുക. ഇനി ബട്ടറിൽ സോർട്ട് ചെയ്യുക, ടോസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതേമാതിരി അതിൻ്റെ മേലെ തേച്ച് കൊടുക്കുക. അതേപോലെ 4 എണ്ണത്തിൽ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് ചീസ്. 4 എണ്ണത്തിൽ നമുക്ക് ടൊമാറ്റോ സോസ് അതേപോലെ തന്നെ പുരട്ടി കൊടുക്കാം. ഇത് കഴിഞ്ഞ് നമുക്ക് ടോസ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടി ടേസ്റ്റാണ് പാനിലോ ടോസ്റ്ററിലോ ചെയ്യാനായിട്ട്. പക്ഷെ ഞാൻ ചെയ്യുന്നില്ല, വളരെ സ്മോളല്ല, അതുകൊണ്ട് ഞാൻ ടോസ്റ്റ് ചെയ്യുന്നില്ല. ടോസ്റ്ററിൽ ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ടോസ്റ്റായി കുറച്ച് ക്രിസ്പി ആവാൻ സാധ്യതയുണ്ട്, കാരണം ഭയങ്കര കനം കുറഞ്ഞതാണ്. ഇനി ബാക്കിയുള്ള 4 എണ്ണത്തിൽ നമുക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് പുരട്ടി യോജിപ്പിക്കാം. അല്ലാത്തുമ്പോഴും ഒരെണ്ണം ഇട്ടത് കുറച്ച് കൂടുതലായി, അത് നമുക്ക് ബാക്കിയെല്ലാത്തും അഡ്ജസ്റ്റ് ചെയ്യാം. പിള്ളേർക്കായതുകൊണ്ട് വളരെയധികം ഇഷ്ടപ്പെടും ടൊമാറ്റോ സോസ്. വെറുതെ കഴിക്കുന്നത് ഒക്കെമിറ്റ പിള്ളേരുകളും കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമാണ് ടൊമാറ്റോ സോസ്. എത്ര കൂടുതലായാലും ഒരു കുഴപ്പമില്ല അവർക്ക്. അപ്പോൾ അതും നാളെത്തുമ്പോൾ പുരട്ടി കൊടുത്തു. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ലീവ്സ് വെച്ച് കൊടുക്കാം. ഇഷ്ടംമാതിരി കട്ട് ചെയ്യാം. ഞാനിപ്പോൾ കട്ടൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് മുറിച്ച് ഒരുവിധം അതിൻ്റെ മുകളിലിരിക്കാൻ പറ്റുന്ന രീതിയിൽ കൈ കൊണ്ട് തന്നെ മുറിച്ച് വെച്ച് കൊടുക്കുവാണ്. 2 ഐസ്ബർഗിൻ്റെ ലെറ്റൂസ് അല്ല, ഐസ്ബർഗിൻ്റെ അല്ല, ഞാൻ ലീവ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ വെക്കുവാണ്. അത് 4 എത്തുമ്പോൾ അത് വെച്ച് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന, വളരെ ഒരു 10 മിനിറ്റ് പോലും വേണ്ട നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. എന്നും വെറൈറ്റി അല്ലെങ്കിൽ എന്നും സെയിം ആയിട്ട് ഉണ്ടാക്കുന്നവർക്ക് ഒരു വെറൈറ്റി എന്ന രീതിയിലുള്ള സാൻഡ്വിച്ച്, ഈസി സാൻഡ്വിച്ച്. ഇനി നമുക്ക് എഗ്ഗ് ഇതേപോലെ 4 എണ്ണം ഉണ്ടല്ലോ, അപ്പോൾ ഇതും 4 പീസായിട്ട് കട്ട് ചെയ്യാം. പക്ഷേ ഞാൻ 2 എണ്ണം എഗ്ഗ് വെച്ചിട്ടും 2 എണ്ണം പ്രോസസ്ഡ് മീറ്റ് വെച്ചിട്ടും ഉണ്ടാക്കുന്നത്. ഇവിടെ ഇതിൻ്റെ ബ്രഷൂത്ത എന്നാണ് പറയുന്നത്, പ്രോസസ്ഡ് മീറ്റിനെ. അപ്പോൾ ആദ്യം എഗ്ഗ് കട്ട് ചെയ്യാം.
എന്നിട്ട് രണ്ടെണ്ണത്തിൽ വെച്ച് കൊടുക്കുക. അത് വെക്കിയിട്ട് ടാസ്ക്കാണ് എഗ്ഗ് വയ്ക്കാനായിട്ട്. ബോയിൽഡ് എഗ്ഗാണ് ഏറ്റവും നല്ലത് മോർണിംഗിൽ കഴിക്കാനായിട്ട്, പ്രോട്ടീൻ. അപ്പോൾ എഗ്ഗ് രണ്ടെണ്ണത്തിൽ എഗ്ഗും രണ്ടെണ്ണത്തിൽ മീറ്റും വയ്ക്കാം. എന്നിട്ട് ടൊമാറ്റോ എഗ്ഗിൻ്റെ താഴെ വയ്ക്കാം, എന്നാലേ ഇരിക്കുള്ളൂ. ടൊമാറ്റോയുടെ പീസും. ഇത് സാലഡ് ടൊമാറ്റോ ആണ്. സാധാരണ റൗണ്ടിലോ ടൊമാറ്റോ അല്ല, ഓവൽ ഷേപ്പാണ് ഈ ടൊമാറ്റോയുടെ. അത് കുറച്ച് പുളി കുറവായിരിക്കും. സാലഡിന് ഉപയോഗിക്കുന്ന ടൊമാറ്റോ ആണ്. ഇനി അത് നമുക്ക് മുകളിലേക്കുള്ള പീസ് മുകളിൽ അടച്ചു വയ്ക്കാം. അതേമാതിരി രണ്ടാമത്തെ. ഇനി അടുത്തത് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോസസ്ഡ് മീറ്റ് ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ടൊമാറ്റോ വെച്ച് അതിൻ്റെ മുകളിൽ ആ പ്രോസസ്ഡ് മീറ്റും വെച്ച് അത് ഷേപ്പിൽ ജസ്റ്റ് അതിലിരിക്കാൻ പറ്റുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൈ കൊണ്ട് മുറിച്ച് അത് വയ്ക്കാം, അതിന് മേലെ വെച്ച് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാൻഡ്വിച്ചാണ്. കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും ലഞ്ച് ബോക്സിലായാലും ടിഫിൻ ബോക്സിലായാലും. നമ്മളുടെ നാട്ടിലാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ബ്രെഡിൻ്റെ ഷേപ്പിൽ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ടർ ഉപയോഗിച്ച് നമുക്ക് യൂസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.